നമസ്കാരം. നമ്മളിന്ന് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നിവയുടെ ട്രാൻസ്ഫോർമേഷൻസാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇവയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. PSCയുടെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിരുന്നാൽ മിക്ക സമയങ്ങളിലും പ്രാവശ്യവും ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇന്റർ ചേഞ്ചസ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ, അല്ലെങ്കിൽ ചേഞ്ചസ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഞാൻ ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതിൻ്റെ നിയമങ്ങൾ ഒരു തവണ കൂടി ഇവിടെ പറയാം, ശ്രദ്ധയോടെ കേൾക്കുക. പോസിറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പാരിസണിൽ താരതമ്യം ചെയ്യുമ്പോൾ, ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നോട്ട് പ്ലസ് ആസ് ഓർ സോ പ്ലസ് ആഡ്ജറ്റീവ് പ്ലസ് ആസ് ആണ്. ഈ ആഡ്ജറ്റീവ് പോസിറ്റീവ് ആഡ്ജറ്റീവ് പ്ലസ് ആസ് ആണ് പോസിറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ. കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ എവിടെ പ്രയോഗിക്കുമ്പോഴും അതിനോടൊപ്പം എന്ത് ചെയ്യണം? കമ്പാരിസണിൽ നമ്മൾ ദാൻ പ്രയോഗിക്കണം. അതേപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾ ദിയെ പ്രയോഗിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ ഒരു എക്സാമ്പിൾ ആദ്യം ഞാൻ പറയാം. സീത ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മേരി എന്നൊരു എക്സാമ്പിളാണെന്ന് വിചാരിക്കുക. സീത ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മേരി. ഇവിടെ നമുക്ക് മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്ന് വന്നിരിക്കുമ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന ചോദ്യം കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലപ്പോഴും എന്താണ് ചേഞ്ച് ടു അതർ ഡിഗ്രി, അഥവാ അതർ ഡിഗ്രീസ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതർ ഡിഗ്രീസ് എന്നുകൂടി നമ്മൾ ഇവിടെ പറയും, ചോദിക്കും. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അവിടെ എത്ര പേരുണ്ടെന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. ഏറ്റവും കുറഞ്ഞത് 3 പേര് ഉണ്ടെങ്കിൽ മാത്രമേ, 3 വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർലേറ്റീവ് ഡിഗ്രി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും 1-2 പേര് മാത്രമേ ഉള്ളെങ്കിൽ, 2 വസ്തുക്കളോ 2 വ്യക്തികളോ മാത്രമേ ഉള്ളെങ്കിൽ 2 ഡിഗ്രികൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇതാണ് വളരെ 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 പ്രധാനപ്പെട്ട സംഗതി. അത് എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിൽ വയ്ക്കണം. ഇവിടെ സീത ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മേരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സീതയെ മേരിയോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. ആ താരതമ്യത്തിൽ സീത മേരിയേക്കാൾ സുന്ദരിയാണ് എന്നാണ് പറയുന്നത്. അപ്പം തന്നിരിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലായതുകൊണ്ട് അതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് പറഞ്ഞ നാമത്തെ എടുത്ത് ആദ്യം പറയണം. അപ്പോൾ സീത ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മേരി എന്നാണെങ്കിൽ മേരി എടുത്ത് ആദ്യം പറഞ്ഞു മേരി ഈസ്. ഇത് നമ്മുടെ സ്ട്രക്ചർ പ്രയോഗിക്കണം. നോട്ട് പ്ലസ് ആസ് ഓർ സോ പ്ലസ് ആഡ്ജറ്റീവ് പ്ലസ് ആസ് എന്നാണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ആ ഫോംസ് കംപ്ലീറ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്നായിരുന്നു, മോറും പോയി ദാനിനെ മാറ്റി. ഇനി ബ്യൂട്ടിഫുൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പം മേരി ഈസ് നോട്ട് ആസ് ബ്യൂട്ടിഫുൾ ആസ് സീത. ദാറ്റ് ഇസ് ദി ആൻസർ. അല്ലെങ്കിൽ സോ ബ്യൂട്ടിഫുൾ ആസ് സീത. ഇത്രയാകുമ്പം അതിൻ്റെ എന്താണ് ആൻസർ പൂർണ്ണമായി. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, പലയാവർത്തി കേൾക്കുക, എഴുതി വയ്ക്കുക, വായിക്കുക, പഠിക്കുക. എങ്കിലിത് ആ ഒരു മാർക്ക് കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ഇനി എന്താണ്? പോസിറ്റീവ് ഡിഗ്രി തന്നിട്ട് എന്താണ് നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് നമുക്ക് മാറ്റാനും പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കേരള ഈസ് നോട്ട് സോ ബിഗ് ആസ് തമിഴ്നാടു. കേരള ഈസ് നോട്ട് സോ ബിഗ് ആസ് തമിഴ്നാടു. ആ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നോട്ട് പ്ലസ് ആസ് സോ പ്ലസ് ആഡ്ജറ്റീവ് പ്ലസ് ആസാണ് കേരളത്തെ തമിഴ്നാടിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു. കേരളം തമിഴ്നാടിൻ്റെ അത്ര വലുതല്ല എന്ന് പറഞ്ഞേക്കുന്നു. ഇനി നമുക്കതിനെ തന്നിരിക്കുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണെന്ന് മനസ്സിലായ സ്ഥിതിയിൽ നമുക്കതിനെ കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ രണ്ടാമത് പറഞ്ഞത് നാമത്തെ ആദ്യം പറയാം തമിഴ്നാടു. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഫോംസ് അതിനകത്തൊന്ന് ഒഴിവാക്കണം. എന്താണ് പോസിറ്റീവ് ഡിഗ്രിയുടെ ഫോം? എന്താണ്? നോട്ട് പ്ലസ് ആസ് സോ പ്ലസ് ആഡ്ജറ്റീവ് പ്ലസ് ആസ്. അത് കംപ്ലീറ്റ് സ്ട്രൈക്ക് ചെയ്യണം. നോട്ട് കളഞ്ഞു, സോ അഥവാ ആസ് ആണെങ്കിൽ അത് കളഞ്ഞു. അതിനുശേഷം പോസിറ്റീവ് ഡിഗ്രിക്ക് ശേഷം വന്ന ആസ് ഉണ്ട്, അതിനെയും സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. അവിടെ ബിഗ് മാത്രമായി.
ഇനി നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? അവിടെ തന്നിരിക്കുന്ന പോസിറ്റീവ് ആഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ബിഗർ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബിഗറാണ്. അപ്പോൾ തമിഴ്നാട് ഈസ് ബിഗർ ദാൻ കേരള. ഇങ്ങനെയാണ്. ഇനി എത്ര എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങളോട് ചോദിച്ചോളൂട്ടെ. എത്ര എക്സാമ്പിൾ എന്ന് തന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന ഈ സ്ട്രക്ചർ, ആ റൂള് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര എക്സാമ്പിൾ വന്നിരുന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ആ കാര്യത്തിൽ. ഇനിയുള്ളത് മൂന്നാമത്തെ, അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നുകൊണ്ട് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കുറച്ചുകൂടി ശ്രദ്ധ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അന്വേഷണമാണ്, ആവശ്യമാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. എക്സാമ്പിൾ പറയുമ്പോൾ ദി നൈൽ ഈസ് ദി ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് എന്നാണെന്ന് വിചാരിക്കുന്നത്. ദ നൈൽ ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ദി ലോങ്ങസ്റ്റ് വന്നിട്ടുണ്ട്. സോ സൂപ്പർലേറ്റീവ്. അപ്പോൾ ലോകത്ത് ഒരുപാട് നദികളുണ്ട്. എത്ര? മൂന്നോ അതിലധികമോ നദികളുണ്ട്. ഏറ്റവും കൂടുതൽ മൂന്നെങ്കിലും വേണം. ഈ നദികളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും നൈലിന് നീളം കൂടുതലാണ്. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കമ്പയർ ചെയ്യുകയാണെന്നാണെങ്കിൽ ഒന്നിനെ ഒന്നിനോട് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പിനോട് കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നിനെ ഒരു ഗ്രൂപ്പിനോടോ ഒരു ഗ്രൂപ്പിനെ ഒന്നിനോടോ അല്ല താരതമ്യം ചെയ്യേണ്ടത്. ഇവിടെ ഒരുപാട് നദികളുണ്ട്. ആ നദികളെ എല്ലാം നമ്മൾ മുൻനിർത്തിയിട്ട് അത് എന്താണ് കുറേ എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് അങ്ങനെ പറയുമ്പം അത് ശരിയായ രീതിയല്ല ഒന്നിന് മറ്റൊന്നിനോട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സൗകര്യാർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ 1, 2, 3, 4, 5 എന്ന് എഴുതുക. അപ്പോൾ 1 എന്നുള്ളത് ഒരു നദിയുടെ പേരാണ്, 2 എന്നുള്ളത് ഒരു നദിയാണ്, 3, 4, 5 ഒക്കെ നദികളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നൈലിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് നദിയോടല്ല നദിയോട് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങണമെന്നത് നോക്കാം. നിങ്ങൾ എഴുതുക.